അമ്മയിലെ ചേരുതിരിവിൽ പുതിയ നീക്കവുമായി മാലാ പാർവതി. കുറ്റാരോപിതർ മാറി നിൽക്കുന്നതെന്നാണ് സന്ദേശം. അമ്മ പെൺമക്കൾ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ശബ്ദ സന്ദേശം അയച്ചത്. തീരുമാനം പറഞ്ഞാൽ നയിക്കാൻ ഒരു വലിയ സംഘം വരുമെന്ന് മുന്നറിയിപ്പുണ്ട്. ശ്വേതയ്ക്കെതിരായ നീക്കത്തിലാണ് അമ്മയിലെ പുതിയ പടയൊരുക്കം. ഭരണസമിതിക്കെതിരായ നീക്കത്തിന്റെ പിന്തുണയും മാലാ പാർവതി ആവശ്യപ്പെട്ടു. ഒന്ന് രണ്ട് സീനിയർ അംഗങ്ങൾ, അമ്മയിലെ പുരുഷന്മാരായിട്ടുള്ള സീനിയർ അംഗങ്ങളായിട്ടാണ് ഞാൻ സംസാരിച്ചത്. ശ്വേത ഇന്നിട്ട ഫേസ്ബുക്ക് പോസ്റ്റിനെ സംബന്ധിച്ചായിരുന്നു ആ ചർച്ച. അപ്പോൾ ഞാനൊരു മറുപടി ഇട്ടു, ശ്വേത ഉഷ ഇട്ടു മറുപടി, ഞാനും ഇട്ടു മറുപടി. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒന്ന് രണ്ട് പേര് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇങ്ങനെ കുറ്റാരോപിതര അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നതായിട്ട് നിങ്ങൾ മാറി നിൽക്കരുത്, നിങ്ങളെല്ലാവരും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാണ് പാർവതി, ആർക്ക് വേണ്ടിയിട്ടാണ്? ഇവിടെ എല്ലാവർക്കും അവരവരുടെ കാര്യമാണ്. ആരാണോ ജയിക്കുന്നത് അവരോടൊപ്പം നിൽക്കാനിരിക്കുന്നവരല്ലേ ഭൂരിപക്ഷം. അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ സംസാരിക്കില്ലേ? എന്തുകൊണ്ടാണ് ആൾക്കാർ മിണ്ടാതിരിക്കുന്നത്? വല്ലാതെ ഹേർട്ട് ചെയ്ത ഒരു സംസാരമാണ് ഞങ്ങൾ തമ്മിലുണ്ടായത്. അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ സംസാരിക്കാൻ തീരുമാനിച്ചത്. ഇനി അത് ആവരുത്. എല്ലാവരുടെയും തീരുമാനം അറിഞ്ഞാൽ നമ്മളെ ലീഡ് ചെയ്യാനും നമ്മളോടൊപ്പം നിൽക്കാനും ഒരു വലിയ സംഘം വരും. അത് നമ്മുടെ ഗ്രൂപ്പിൽ ഈ പറഞ്ഞ പോലെ 120 പേരുണ്ട്, ചെറിയ കാര്യമല്ല. അതിൽ 85 പേരുടെ തീരുമാനം നമുക്കറിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തുറക്കും. കുറച്ചും കൂടെ കാര്യങ്ങൾ കുറച്ചും കൂടെ ധൈര്യത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പരമാവധി ആൾക്കാരെ, പണ്ട് പോയവരാണെങ്കിലും അവർ തിരിച്ചു വരാൻ വില്ലിങ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും പേരെ തിരിച്ചു കൊണ്ടുവരിക. നമുക്ക് ഈ തീരുമാനം നാളെ ഉച്ചയ്ക്കകം ഒരു തീരുമാനം ഉണ്ടാവണം. അതിനുശേഷം കേസിന് കൂടെ ചേരണമെങ്കിൽ ചേരണം. രജിസ്ട്രാറുടെ അടുത്ത് പരാതി കൊടുക്കാനാണെങ്കിൽ അത് പോകണം. അല്ലെങ്കിൽ ഞാനും ഉഷയെ സംസാരിക്കുമ്പം എത്ര പേരുണ്ടാവും? നമ്മൾ രണ്ടുപേരും കാണുള്ളൂ എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പൊന്നമ്മ ചേച്ചിയും കൂടെ കാണും, അല്ലെങ്കിൽ മായയും കൂടെ കാണും, അഞ്ചരയും കൂടെ കാണും, ഞങ്ങൾ 5-6 പേരെ കാണും. ഇങ്ങനെ ഒരു നിരാശതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ശബ്ദം പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ ധൈര്യത്തിൽ ഞാൻ പറയുകയാണ്. ശ്രീദേവി ചേച്ചി പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ ശബ്ദത്തിൽ പറയുകയാണ്. എത്ര പേരുണ്ടെന്ന് അറിയണം. എതിർക്കുന്നവരും പറയണം, മിണ്ടാതിരിക്കില്ലേ? നാണക്കേടാണ്. നിങ്ങളുടെ അഭിപ്രായത്തിന് നിങ്ങൾ വാല്യൂ കൊടുക്കൂ, ആത്മാഭിമാനത്തോടെ പറയൂ. അത് നമ്മൾ സ്വീകരിക്കും. ജനാധിപത്യ രാജ്യമാണ്. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരും. ഡാനി, ഈ ശ്വേതാമേനെതിരെയാണ് പടയൊരുക്കമെന്നാണ് മനസ്സിലാക്കേണ്ടത്. 120 പേരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ ശ്വേതയില്ല, ശ്വേതയെ പുറത്താക്കുകയൊക്കെ ചെയ്തിരുന്നു. നേരത്തെ വാർത്തയായതാണത്. ഇപ്പോൾ എന്താണ് മാലാ പാർവതി നേതൃത്വത്തിൽ ഉള്ള നീക്കം? രഞ്ജിത്ത്, അമ്മയിലെ ഈ ഒരു കലാപകാലം അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ്, അത് തുടരുക തന്നെയാണ്. അമ്മയുടെ പെൺമക്കൾ എന്ന ഗ്രൂപ്പിൽ, അമ്മയുടെ പെൺമക്കളിലാണ് കൂടുതലായിട്ട് ഈ കലാപകാരികൾ കൂടുതലുള്ളത് എന്ന് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാവുകയും ചെയ്യുന്നത്. 120 പേരടങ്ങുന്നൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഏതാണ്ട് 85ഓളം പേരുടെ ഒരു പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ധ്വനി ഇതിനകത്തുണ്ട്. അതായത് ഈ അമ്മയിൽ വരുമ്പോൾ ഈ കുറ്റാരോപിതർ മാറി നിൽക്കട്ടെ എന്നൊരു രീതിയും നിലപാടുമെല്ലാം തന്നെ ഈ ശ്വേതയും അടക്കമുള്ളവർ തുടക്കത്തിൽ തന്നെ സ്വീകരിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അപ്പോൾ വളരെ പ്രമുഖരായ പല താരങ്ങൾ ഈ ഇതിൽ അമ്മയുടെ തലപ്പത്തുണ്ടായിരുന്നു. അമ്മയുടെ ഭാരവാഹത്തിൽ നിന്ന് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ തുടർന്ന് മറ്റ് പല കേസുകൾ വന്നിരുന്നു. ഇതെല്ലാം തന്നെ വന്നപ്പോൾ പലർക്കും നീങ്ങി നിൽക്കേണ്ട ഒരവസ്ഥയിലേക്കും എല്ലാം തന്നെ കാര്യങ്ങൾ വരികയും ചെയ്തു. അമ്മയുടെ ഒരു നിലപാടായിട്ട് അത് വരികയും അത് പ്രകീർത്തിക്കപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യങ്ങളും എല്ലാം തന്നെയുണ്ടായി. അങ്ങനെ കുറ്റാരോപിതരത്തിൽ വരേണ്ടതില്ല എന്ന് അടക്കമുള്ള കാര്യങ്ങളുണ്ടായി. പക്ഷേ ഇപ്പോൾ ഈ മാലാ പാർവതിയുടെ ഓഡിയോ ക്ലിപ്പിങ്ങിൽ നിന്ന് അതിൽ മനസ്സിലാകുന്നത് അങ്ങനെ പലരെയും നീക്കി നിർത്തപ്പെടേണ്ടവരുണ്ട്. അത് ശരിയാണോ എന്നൊരു ചോദ്യം അവർ ഉന്നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ കുറ്റാരോപിതർക്ക് കടന്നു വരാം എന്ന രീതിയിൽ തന്നെയാണ് അവർ സംസാരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പലപ്പോഴും ഈ കുറ്റാരോപിതർക്ക് അവർക്കെതിരെ തന്നെ നിലപാടെടുത്ത ആളുകൾ തന്നെയാണ് ഇവർ. അപ്പോൾ ഇവരെന്തുകൊണ്ട് ഈ രീതിയിൽ പറയുന്നു എന്നതാണ്. അത് ഈ ശ്വേതാമേനോനെ എതിർക്കുക എന്നത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഭരണസമിതി എതിർക്കുക മാത്രം വെച്ചുകൊണ്ട് ഈ നിലപാടുകളിൽ മാറ്റം വരുത്തുന്നു എന്നതാണ് ഇവർക്കെതിരായ ഒരു ആരോപണമായിട്ടെല്ലാം തന്നെ ഉയരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിശദീകരണങ്ങളും അല്ലെങ്കിൽ അമ്മയുടെ തുടർ പൊട്ടിത്തെറികളും എല്ലാം സ്വാഭാവികമായി നമ്മളെല്ലാം തന്നെ കാണുന്നതാണ്. അതെല്ലാം തന്നെ വരും ദിവസങ്ങൾ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഒരു പുതിയ ആശയം പറഞ്ഞു വെക്കുന്നുണ്ട് മാലാ പാർവതി. ഒരു വലിയ സംഘം വരും നയിക്കാൻ എന്നതെല്ലാം തന്നെ പറയുന്നു. അമ്മയുടെ പെൺമക്കളുടെ പിന്തുണയാണ് അതിലേറ്റവും അനിവാര്യമായിട്ടുള്ളത്
എന്നത് മാലാപാർവതിക്കും അറിയാം. അതുകൊണ്ട് അവരുടെ ഒരു പിന്തുണ ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഇവർ കടന്നു വരൂ. കാരണം അമ്മയിലെ ഈ വനിതാ താരങ്ങൾ ഇവർ കൂട്ടമായി എതിർത്താൽ ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, നിലപാടടക്കം പിന്മാറേണ്ടി വരും. അപ്പോൾ അവരുടെ പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ വോയിസ് ക്ലിപ്പ് വരുന്നത്. എന്തായാലും ശ്വേതാമേനോനെ എതിർക്കുക എന്ന രീതിയിലേക്ക് പുതിയ നിലപാടുകൾ വരുമ്പോൾ അവരുടെ പഴയ നിലപാടിൽ ഈ കുറ്റാരോപിതർ മാറി നിൽക്കട്ടെ എന്ന നിലപാടിൽ നിന്ന് പിന്നാക്കം പോകുന്നുണ്ടോ എന്നതാണ് പൊതുവായൊരു ചോദ്യം ഉയരുന്നത്. ഏതായാലും അമ്മയിലെ കലാപകാലം അടങ്ങുന്നില്ല. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് അവസ്ഥ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.